മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ജനുവരി 11 കേസിൽ രാഹുൽ അറസ്റ്റിലായിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം. ഇവരുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതിയിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. KP, ഈ കേസെടുത്ത് 4 മാസങ്ങൾക്ക് ശേഷമാണ് പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. മൂന്നാം ബലാത്സംഗ കേസിലാണ് മുൻ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് കുറ്റപത്രം ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, ശാരീരികവും മാനസികവുമായിട്ട് ഉപദ്രവിക്കൽ തുടങ്ങിയിട്ടുള്ള വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ടാണ് പോലീസിന്റെ കുറ്റപത്രം വന്നിരിക്കുന്നത്. SIT ആണ് ഇതിൽ തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുലിനെതിരായിട്ട് കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട രേഖകളും ഈ കുറ്റപത്രത്തിനൊപ്പം സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനുവരി 10-ാം തീയതിയായിരുന്നു നാടകീയ രംഗങ്ങളിലൂടെ രാഹുലിനെ പാലക്കാട് ഷൊർണൂരിലുള്ള ഹോട്ടലിൽ നിന്നും ഈ മൂന്നാം ബലാത്സംഗ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് പത്തനംതിട്ടയിൽ എത്തിച്ച് 11-ാം തീയതി പുലർച്ചെ രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം രാഹുൽ റിമാൻഡിലാവുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. യുവതിയുടെ പരാതിയിൽ പ്രധാനമായിട്ടും ഈ തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ എത്തിച്ചുകൊണ്ട് ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം. എന്തായാലും അതൊക്കെ കൃത്യമായിട്ട് അതിന്റെയൊക്കെ തെളിവ് അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇതൊരു ലൈംഗിക പീഡനമോ ബലാത്സംഗമോ ആയിരുന്നില്ല എന്നും ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നുമായിരുന്നു രാഹുലിന്റെ പ്രധാനമായിട്ടുള്ള വാദം. എന്തായാലും ഇനി ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ ബാക്കി കേസിന്റെ കോടതിതല തുടർ നടപടികൾ എന്തായാലും ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. KP, ശരി, ഗൂഗിൾ രമേശാണ് വിശദാംശങ്ങൾ.